ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂരുകാരുടെ ഒറോട്ടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒറോട്ടികൾ പലതരമുണ്ട്. അപ്പം ഞാൻ ഇതുണ്ടാക്കുന്നത് സാധാരണ നമ്മൾ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഒറോട്ടിയാണ്. അപ്പോൾ നോമ്പൊക്കെ വരെയല്ലേ, നമുക്ക് രാത്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണം കൂടിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് റേഷനിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന നമ്മുടെ പുഴുക്കലരിയില്ലേ, ആ ഒരു അരിയാണ് എടുത്തിട്ടുള്ളത്. അടുപ്പത്ത് ചൂടാകാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3 കപ്പ് 250 കപ്പിൽ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പൊന്നി അരി അതേപോലെ പുഴുക്കലരിയൊക്കെ കൊണ്ട് ഒറോട്ടി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വെള്ളം നല്ല പോലെ പതച്ച് വരാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അരി അതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല പോലെ പതച്ച് വരാൻ തുടങ്ങണം. ചെറിയ കുമിളകളൊന്നും വന്നാൽ പോരാ. നല്ല പോലെ പതച്ച് വരാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അന്നേരം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് അവിടെ മൂടി വെക്കുക. ഞാനിപ്പോൾ രാവിലെയാണ് അരി കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. അപ്പോൾ രാത്രി ആയിട്ടാണ് ഞാനിത് കഴുകി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരക്കലാണ്. അരക്കുന്ന സമയത്ത് മിക്സിയുടെ നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വളരെ കട്ടിയോടുകൂടി ഇതേപോലെ അരച്ചെടുക്കണം. അപ്പം മിക്സിയിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഇട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ അരക്കുന്ന സമയത്ത് തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം കുറേശ്ശെ നോക്കിയിട്ട് ചേർത്താൽ മതി. വളരെ ലൂസായാലും നമുക്ക് അരിപ്പൊടി കുറേ ചേർക്കേണ്ടി വരും. അരിപ്പൊടി കുറച്ച് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ ആണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചിട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കണം. എന്തായാലും നമ്മൾ മിക്സിയിൽ അരക്കുന്ന സമയത്ത് നമുക്ക് അരിപ്പൊടി ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുക്കണം എന്തായാലും. അപ്പോൾ ഇതേപോലെ കുഴച്ചെടുക്കാൻ ഒരു പാകത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാത്രത്തിലേക്കാക്കിയിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ പൊടിച്ച ഒറോട്ടിയുടെ അരി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, അതാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആമിസ് പൊടി, പത്തിരിപ്പൊടി, ഒറോട്ടിപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതേപോലെ നമുക്ക് കുഴച്ചെടുക്കാൻ പാകത്തിന് രീതിയിൽ ഇതേപോലെ അരിപ്പൊടി കുറേശ്ശെ ഇട്ടിട്ട് കുഴച്ചെടുക്കാം. നല്ല രീതിയിൽ തന്നെ മാവിൻ്റെ എല്ലായിടത്തും അരിപ്പൊടി എത്തുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഇതേപോലെ ഒരു കവർ എടുത്തിട്ടുണ്ട്. ഈ കവറിലേക്ക് നമ്മൾ നെയ്യ് തേച്ച് കൊടുക്കണം. നെയ്യ് എന്ന് പറയുമ്പോൾ സാധാ ഓയിൽ തേച്ച് കൊടുത്താൽ മതി. അതേപോലെ നമ്മുടെ കൈക്കും ഓയിൽ തേച്ച് കൊടുക്കണം. ഇനി അടുപ്പത്ത് ഒറോട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒറോട്ടി ഉണ്ടാക്കുന്ന പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ സാധാ ചെറിയ നോൺ സ്റ്റിക്ക് തവയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒറോട്ടി ഉണ്ടാക്കുന്നുണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ട്. അപ്പോൾ അതിലാണ് ഒറോട്ടി ഉണ്ടാക്കുന്നത്. ഇതേപോലെ ഇനി കവറിലേക്ക് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൈക്ക് രണ്ടും ഞാൻ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഫുൾ ടൈം ഇങ്ങനെ തേച്ച് കൊടുക്കണമെന്നില്ല, നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒട്ടിപ്പിടിക്കാത്ത സമയത്ത് തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ഒരു പിടി മാവ് എടുത്തിട്ട് ഉരുട്ടിയെടുക്കലാണ്. ആദ്യം നമ്മുടെ ഒരു കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് ജസ്റ്റ് ഉറച്ചിട്ട് ഉരുട്ടുക. ഇനി 2 കൈകളിലേക്കാക്കിയിട്ട് 2 കൈയിലും ഇതേപോലെ റൗണ്ട് ഷേപ്പാക്കിയിട്ട് നല്ല നൈസായിട്ട് അതിൻ്റെ പുറംഭാഗം നല്ല നൈസിൽ വരുന്ന രീതിയിൽ തന്നെ ഉരുട്ടിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മുടെ ഉള്ളം കൈ വെച്ചിട്ട് വേണം പരത്താൻ. അപ്പോൾ ഇതേപോലെ പരത്തിയിട്ട് നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഒറോട്ടി ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിലേക്കും എണ്ണ തേച്ച് കൊടുക്കണം. അതേപോലെ ഞാൻ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഒറോട്ടി, പരത്തിയെടുത്ത ഒറോട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ എല്ലാം കൂടി ഉണ്ടാക്കലാണ്. ഇതേപോലെ നൈസായിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക. നല്ല രീതിയിൽ ഇതേപോലെ ഉള്ളം കൈ വെച്ചിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ, ജസ്റ്റ് നല്ലതായിട്ടല്ല, ജസ്റ്റ് ഒന്ന് 2-3 സെക്കൻഡിൽ തന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും. ചട്ടിയിൽ നിന്നൊന്ന് ഇളകി വരുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ ഒരു സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് അതിൻ്റെ മേലെയൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മളിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു 3 പ്രാവശ്യം ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ മറ്റേ ഭാഗം ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും. പിന്നെ ഇതേപോലെ പൊന്തി വരും കേട്ടോ. ഒറോട്ടി നമ്മൾ ഉണ്ടാക്കിയത് നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ പൊന്തി വരും. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി തിരിച്ചിട്ടിട്ട് ഇതേപോലെ പൊന്തിച്ചെടുക്കലാണ്. അപ്പോൾ ചില ആൾക്കാർ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിടും. നല്ല രീതിയിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനൊരു 3-4 പ്രാവശ്യം മാത്രമേ തിരിച്ചിടാറുള്ളൂ. ഇതേപോലെ നല്ല രീതിയിൽ പൊന്തി വരാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഇതിൻ്റെ കൂടെ ചെമ്മീനാണൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നോമ്പൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിലോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരുപാട് നല്ല വീഡിയോസ് ആയിട്ട് വരാം. ബൈ. അസ്സലാമു അലൈക്കും.